പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജീവനക്കാർ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ചു കടന്നതായി പരാതി. ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരോ HMCയോ നഗരസഭയോ അറിയാതെയാണ് സ്ക്രാപ്പ് വിൽപ്പന നടക്കുന്നത്. HMC നടത്തിയ പരിശോധനയിൽ സ്ക്രാപ്പുകൾ വ്യാപകമായി കടന്ന് പിടികൂടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ HMC കമ്മിറ്റിയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികൾ പരാതിയും നൽകിയിട്ടുണ്ട്. പ്രതിമാസം ഇത്തരത്തിൽ ആയിരക്കണക്കിന് രൂപയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ചു കടന്നതായി HMC അംഗവും കോൺഗ്രസ് നേതാവുമായ C വിജയകുമാർ പറയുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആക്രി സാധനങ്ങൾ എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പഴയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അനധികൃതമായി വിൽപ്പന നടത്തുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം. താലൂക്ക് ആശുപത്രിയിലെ സാധാരണക്കാരുടെ OP ടിക്കറ്റ് അടക്കമുള്ള ലാബ് ടെസ്റ്റുകൾ അടക്കമുള്ള നിരക്കുകൾ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ HMC യോഗത്തിൽ അവിടെ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞത് ഒരു കാരണവശാലും ഈ നിരക്കുകൾ വർദ്ധിപ്പിക്കരുതെന്നും കാര്യക്ഷമമായി ആശുപത്രി പ്രവർത്തിപ്പിച്ചാൽ ഇത്തരത്തിലുണ്ടാകാവുന്ന ക്രമക്കേടുകൾ ഒഴിവാക്കി യഥാവിധി ആശുപത്രി പ്രവർത്തിപ്പിച്ചാൽ ആശുപത്രി നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ പണം അവിടെ നിന്ന് തന്നെ ലഭിക്കും എന്നാണ് കഴിഞ്ഞ HMC യോഗം തീരുമാനമെടുത്തത്. കോൺഗ്രസ് പ്രതിനിധികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ആശുപത്രിയിലെ വിവിധങ്ങളായ നിരക്കുകൾ അവസാനം വേണ്ട എന്ന് വെക്കുകയായിരുന്നു. ഇപ്പോ അന്ന് തന്നെ ഞങ്ങൾ പരാതി പറഞ്ഞിരുന്നു. അവിടെ ഏതാണ്ട് 3500ഓളം വരുന്ന ഡയാലിസിസ് സെന്ററിൽ ഉപയോഗിക്കുന്ന 3500ഓളം വരുന്ന 20 ലിറ്ററിന്റെ കന്നാസുകൾ അവിടെ യാതൊരു ലേലവുമില്ല, ടെൻഡറില്ല, ഒരു കൊട്ടേഷനും ഇല്ലാതെ അവിടെയുള്ള ചില ജീവനക്കാർ ചേർന്ന് കടത്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 24 രൂപ അതിന്റെ GST കിട്ടിയ ഒരു കന്നാസിന് കിട്ടിയ സ്ഥാനത്താണ് ഇത്തരത്തിൽ കൊണ്ടുപോയത്. അതിന് പരാതി കൊടുക്കും, അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് 1 ലോഡോളം വരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒരു ആക്രി വ്യാപാരി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ബന്ധപ്പെട്ട ലേ സെക്രട്ടറിയോട് ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. മുനിസിപ്പാലിറ്റി പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്, മുനിസിപ്പൽ വണ്ടിക്കകത്ത് വന്ന് കൊണ്ടുപോകും. അതല്ലാതെ മറ്റൊരു ആൾക്കും സാധനം വിൽപ്പന നടത്തിയിട്ടില്ലെന്നാണ്. അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ചില ജീവനക്കാരും ചേർന്ന് ഇത്തരത്തിലുള്ള വെട്ടിപ്പ് വ്യാപകമായ തോതിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. ആശുപത്രിയിൽ പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അവരെ പരിശോധിക്കാൻ ഡോക്ടർമാരില്ല, പുതിയ ഡോക്ടർമാരെ നിയമിക്കാൻ അനുവാദമില്ല. അത് മാത്രമല്ല, അവിടെ പനി ക്ലിനിക് ഉണ്ടായിരുന്നത് നിർത്തലാക്കിയിരിക്കുന്നു. അത്തരത്തിൽ ജനം വളരെയധികം ദുരിതത്തിലായിരിക്കും. പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയിൽ ജനം ദുരിതത്തിലായ ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ദിനം പ്രതി ആശുപത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശക്തമായി അന്വേഷിക്കണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. താലൂക്ക് ആശുപത്രിയുടെ പിൻഭാഗത്തായി സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കന്നാസുകൾ, വലിയ വീപ്പകൾ തുടങ്ങിയ സ്ക്രാപ്പുകൾ മിനി ലോറിയിലാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ചില ഉദ്യോഗസ്ഥർ ഇതിന് ഒത്താശ ചെയ്യുന്നതായും ആരോപണമുയരുന്നുണ്ട്. ഡയാലിസിസ് സെന്ററിൽ നിന്നും 20 ലിറ്ററിന്റെ 3000ഓളം കന്നാസുകൾ കൃത്യമായ മാർഗനിർദ്ദേശമില്ലാതെ വിറ്റഴിച്ചിട്ടുണ്ടത്രേ. ആശുപത്രിയിലെ സ്ക്രാപ്പുകൾ വിറ്റഴിക്കുന്നതിന് ടെൻഡറുകൾ ക്ഷണിക്കുകയും ആ തുക താലൂക്ക് ആശുപത്രിയുടെ വരുമാനത്തിൽ ഉൾപ്പെടുത്തുകയും വേണമെന്ന ചട്ടം ലംഘിച്ചാണ് ആക്രി സാധനങ്ങൾ പോലും ജീവനക്കാർ മോഷ്ടിച്ചു വിൽക്കുന്നത് നിയന്ത്രിക്കുവാൻ താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരോ നഗരസഭയോ ശ്രമിക്കുന്നില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.